ഹലോ ഗെയ്സ്, നമ്മൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ റോക്കറ്റ് ലീഗ് നമ്മുടെ പ്ലേ സ്റ്റേഷനിൽ കളിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഗെയിം ഫണ്ണാണ്. ഞാൻ കുറേ നാളായിട്ട് ഇത് കളിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിനകത്തില്ലേ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഗെയിം ഞാൻ കളിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ വരെയായിരിക്കും സ്പൈഡർമാൻ്റെ വീഡിയോ ഇടാത്ത, പിന്നെ GTA. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ലാപ്ടോപ്പിലോട്ട് നേരെ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ലാപ്ടോപ്പ് ചെറുതായിട്ട് കുറേ വർഷമായിട്ട് പിന്നെ അപ്പോൾ കേടായി. അന്നേരം ഇപ്പോൾ പുതിയത് വാങ്ങിച്ചു. അപ്പം ഇനിയും തൊട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. നമ്മുടെ പണ്ടത്തെ സ്പൈഡർമാൻ്റെ ഇനി ഇടാൻ പറ്റത്തില്ല, ആ വീഡിയോ എല്ലാം പോയി. നമ്മൾ വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക, പീറ്റർ പാർക്കറും മൈൽസോടും രണ്ടുപേരും കളിക്കുന്നൊക്കെ ഉണ്ട്. മറ്റേ ഹാരി വരുമെന്നിട്ട് ഹാരി വരുമെന്ന് തോന്നുന്നു, എന്തായിരിക്കും. അപ്പം അത് നമ്മൾ കളിക്കാൻ പോകുന്നതാണ്. ഫസ്റ്റിലത്തെ സാനുവിൻ്റെ ഫൈറ്റ് ആ ഗെയിം സ്പൈഡർമാൻ 2. സോ അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് ഞാൻ കളിച്ച് ഫണ്ണാണ്. അപ്പം നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിനി നമ്മുടെ സ്പൈഡർമാൻ 2-ൻ്റെയും പിന്നെ ഇതിൻ്റെയും പിന്നെ നമ്മുടെ GTA ഇതിലേക്ക് എന്താ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫണ്ണാണ്. നമുക്ക് ഇവിടെ പോയിട്ട് എന്താ പ്രൈവറ്റ് മാച്ചിൽ പോകാൻ, എന്നിട്ട് ക്രിയേറ്റീവ് വന്നിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ആക്ച്വലി ഈ ഗെയിം ഫണ്ണാണ്. എനിക്കിഷ്ടമുള്ള ഇതാട്ടോ. ലൈക്ക് ഇത് നിങ്ങൾക്ക് ഫസ്റ്റിലൊക്കെ കളിക്കുമ്പോൾ നല്ല പാടായിരിക്കും, ഒന്നും ചേർന്നൂടായിരിക്കും. അപ്പോൾ പ്ലേ സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞുതരാം, R2 L2 ആയിരിക്കും എപ്പോഴും ഫോർവേഡും പിന്നെ L2 റിവേഴ്സും. ഈ സർക്കിള് ഇല്ലേ, അത് പ്രസ് ചെയ്താൽ നമുക്ക് ബൂസ്റ്റൊക്കെ വരും. ബൂസ്റ്റ് ഉണ്ട് ഈ ഗെയിമിൽ. നമുക്ക് അൾട്ടിമേറ്റ് ബൂസ്റ്റ്, പിന്നെ എക്സ് ഞെക്കിയ എപ്പോഴും ജമ്പാണ്. എപ്പോഴും ഇല്ല, എല്ലാ ഗെയിമിലും ഇല്ല, പക്ഷെ ചില ഗെയിമിൽ. എന്നിട്ട് നമ്മളിങ്ങനെ ബോള് പറന്നും, പിന്നെ ബോള് താഴേന്ന് വന്നെന്താണ് ഞാൻ അടിച്ചതിൻ്റെ തൊട്ട് ജമ്പ് ചെയ്ത് അടിക്കാം. ജമ്പ് ചെയ്തതെന്ന് വെച്ചാൽ എക്സിക്യൂട്ട് മറ്റേ ഫോർവേഡ് ബട്ടൺ, എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച സ്റ്റിയറിങ് നേരെ ആക്കുക. എന്നിട്ട് ഓൾമോസ്റ്റ് ക്ലോസ് ആയിരുന്നു. നമുക്ക് ഇങ്ങനെ കയറി അടിക്കാം. നമുക്ക് നെറ്റിലോട്ട് എങ്ങനെയും കയറ്റണം. ആ ഫിത്തിൽ ഒക്കെ അടിച്ച് വേണമെങ്കിൽ കയറാൻ പറ്റും. അതൊക്കെ ചാൻസാണ്. അപ്പം ഞാൻ ഈ ഗെയിമൊക്കെ ലൈക്ക് കളിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ PS5 വീഡിയോ ഇട്ടില്ലേ, അന്നോട്ട് കളിക്കാൻ തുടങ്ങി. ലൈക്ക് അന്നോട്ടല്ല, അത് കഴിഞ്ഞ് എന്താ 5-10 ദിവസം ഇത്ര. അപ്പം നമുക്ക് ഈ കുന്തത്തി അടിച്ച് എവിടെ വേണേലും പോവാം. കണ്ടോ, അത് കണ്ടോ. ഞാനിപ്പം ആ വോളിൽ നിന്ന് അടിച്ച് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചപ്പം അത് മറ്റേലടിച്ച് കറങ്ങിയൊക്കെ വരും. അപ്പം നമ്മുടെ ടീംമേറ്റ് നല്ലോണം കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ക്വയർ ഞെക്കിക്കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രയാങ്കിൾ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ബോൾ ക്യാം എന്ന് വെച്ചാൽ ബോളിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ ഈ ഗെയിമിൽ അറിയണ്ടേ, പിന്നെ L1 ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ എന്താന്നൊക്കെ നോക്കാൻ പറ്റും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എക്സ് ഒക്കെ ഇട്ട് നമ്മൾ എന്താ മറ്റേ സീന് ഫസ്റ്റ് മാച്ച് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് സെക്കൻഡ് തൊട്ട് ഞാൻ നല്ലോണം കളിക്കാം. അപ്പം നമ്മുടെ സ്റ്റിയറിങ് ബാക്കിലോട്ടാക്കി താഴോട്ടാക്കിയിട്ട് നമ്മൾ എക്സ് പിടിച്ചേക്കുക. എന്നിട്ട് ബൂസ്റ്റ് ബോളിലോട്ട് തന്നെ പോവാം. അതപ്പോൾ നമ്മൾ ഇച്ചിരി ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സെറ്റാവും. ഞാൻ ഫസ്റ്റ് കളിച്ചപ്പോൾ ഞാനെന്തോ ഇപ്പോൾ ബോൾ മണ്ടയ്ക്കാന്ന് വെച്ചോ, കണ്ടോ എൻ്റെ മണ്ടയ്ക്കൂടെ ഫസ്റ്റ് ടൈമിൽ ഞാൻ ഒരു ഇതെന്താ എടാ ഫിക്സ് ചെയ്യടാ ഗെയിം. ഞാൻ അങ്ങനെ ആയിരുന്നു. പിന്നെ ഞാൻ ആ റീപ്ലേ കണ്ടിട്ടാണ് മനസ്സിലായ ബോൾ എൻ്റെ മണ്ടയ്ക്കൂടെ പോയെന്ന്.
ഞാൻ ഒരു വെച്ച് ജാം ബോളൊക്കെ ടച്ച് ചെയ്ത് ഫസ്റ്റ് ടൈമിൽ. അപ്പം ഇല്ല, മോസ്റ്റ് ടൈം നിങ്ങൾ ജമ്പ് ചെയ്ത് ഇപ്പം താഴെ കൂടെയാണ് ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാലും വേണമെങ്കിൽ ജമ്പ് ചെയ്ത്. എന്താ വെച്ചാൽ എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ആവാം. അപ്പോൾ നമുക്ക് ഗെയിം കളിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ ബോളിൽ തന്നെ ഈ ബോൾ ക്യാം ഓണാക്കിയാൽ നമുക്ക് ബോൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്നിട്ട് ബൂസ്റ്റ് ഇട്ട് ഇങ്ങനെ ജമ്പ് ചെയ്താൽ സ്പീഡ് ഡാഷൊക്കെ ആവും. പിന്നെ നമ്മൾ എറിയിക്കത്തില്ലേ, എറി നിന്നിട്ട് നമ്മൾ L2 പ്രസ് ആക്കുമെന്ന് നമ്മളിങ്ങനെ റോൾ ചെയ്യും. ടീമേറ്റ് തന്നെ നമ്മളെ ഇടിക്കുന്നത്. ഇതിനകത്തില്ല, നമ്മൾ ഫാസ്റ്റായിട്ട് പോയി ആരെങ്കിലും ഇടിച്ചാൽ അവർ ചാവും കേട്ടോ. ലൈക്ക് എന്നിട്ട് പിന്നെ തിരിച്ച് ഗെയിമിലും വരും, അല്ലാതെ ഗെയിമിൽ നിന്ന് പോകത്തില്ല. ഈ ഗെയിം ഫണ്ണാണ്. നമ്മൾ ഈ മറ്റേ സോക്കറുണ്ട് ഇതിനകത്ത്, പിന്നെ റംബിളുണ്ട്. റംബിൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ ഇങ്ങനെ നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു വലിയ കൈ വരും, മറ്റേ എന്താ അതൊക്കെ വിട്, അങ്ങനത്തെ ഗെയിമുണ്ട്. റംബിള് ഞാൻ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇടയ്ക്ക് നമുക്ക് ദേഷ്യം, അത്രയേ ഉള്ളൂ. ചുമ്മാ ഇട്ട് നമ്മളിപ്പോൾ സ്കോർ ചെയ്യാമെന്ന് വെച്ചോ, ലൈക്ക് സോക്കറാണ്, പക്ഷേ അതിനകത്ത് വേറെ ഇച്ചിരി സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ സ്കോർ ചെയ്യാൻ പോവാന്ന് വെച്ചോ, ആ സംഭവം യൂസ് ചെയ്ത് അത് നമ്മളെ ബോള് മറ്റേ സ്ഥലത്തോട്ട് കൊണ്ടുപോകും. അങ്ങനെ എന്താ പറയുക, എനിക്ക് ആ ഗെയിം അങ്ങനെ അങ്ങ് ഇഷ്ടമല്ല. പിന്നെ സോക്കർ നമ്മൾ ഇത്രയും നാളും കളിക്കാറില്ലായിരുന്നു, പിന്നെ ഇത് ഇപ്പോൾ കുറേ നാൾ കളിച്ച് ഇച്ചിരി ബോറായിട്ട്, അങ്ങനെയല്ല ലൈക്ക് അത്രയും ബോറില്ല, എന്നാലും ഇതന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടി. അപ്പം ഞാൻ സോക്കർ ട്രൈ ചെയ്ത്, അപ്പം മാക്സ് റാങ്ക് എടുക്കാൻ നോക്കിയില്ലേ, PUBG.Conquer. എടാ പക്ഷെ ഞാൻ എന്താ പറയുക, ബൂസ്റ്റ് ചെയ്യാൻ മറന്നുപോയി. എന്താ അങ്ങനെ എന്താ PUBG ഇങ്ങനെ മാക്സ് റാങ്ക് എടുക്കാൻ നോക്കി, പക്ഷെ നല്ല ഹാർഡാണ്. നമ്മൾ ഈ ഗെയിം ഒരു അറ്റ്ലീസ്റ്റ് 5 വർഷമായാലും കളിക്കണം. നല്ല ഇല്ലെങ്കിൽ നല്ല പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും. നമ്മൾ മാക്സിമം ഈ ഗെയിമിൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും മണ്ടയ്ക്ക് അടിക്കുക, ബോള് ഫസ്റ്റ് ഏറ്റവും മണ്ടയ്ക്ക് അടിക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വോളിലൊക്കെ അടിക്കാൻ നോക്കുക. അത് അന്നേരം തന്നെ ചില ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് മണ്ടയ്ക്കോട്ട് പോകും. കണ്ടോ? അത് ശരി. ഓ എടാ ക്ലോസ് ആയിരുന്നു കേട്ടോ. ഞാൻ വോളിലോട്ട് ഓൾമോസ്റ്റ് ക്ലോസ്. നമ്മൾ ബോളിന്റെ പുറകെ പോവാ, ബോൾ എങ്ങോട്ടേക്കാ പോവാ. അയ്യോ, ഓ നല്ല ക്ലോസ് ആയിരുന്നു. നമുക്ക് ഇവനിപ്പോ എന്താണ് ചെയ്യുന്നത്? എൻ്റെ പൊന്നേ. പിന്നെ ഈ ഗെയിമിൽ നമുക്ക് ടൂർണമെൻ്റ് ഒക്കെ ഉണ്ട്. ടൂർണമെൻറ്റ് ഒക്കെ നമ്മുടെ PUBG ടൂർണമെൻറ്റ് കളിച്ച് ജയിച്ചാൽ നമുക്ക് ഇച്ചിരി സംഭവങ്ങൾ കിട്ടും. പക്ഷേ മണി അങ്ങനെയൊന്നും കിട്ടത്തില്ല. എന്താ നമുക്ക് ഇതിനകത്തിലെന്താ ആ ടൂർണമെൻറ്റിൻ്റെ ഒരു ടോക്കൺ കിട്ടും. ആ ടോക്കൺ വെച്ച് നമുക്ക് ഒരു സ്പിന്നുണ്ട്. ആ സ്പിന്ന് വെച്ചിട്ട് നമുക്ക് വണ്ടി കിട്ടത്തില്ല എന്ന് തോന്നുന്നു. വണ്ടി ഞാൻ ഇതുവരെയായിട്ട് കണ്ടില്ല. അപ്പം ചിലപ്പം പുതിയ അപ്ഡേറ്റ് കാണാം. പിന്നെ എനിക്ക് ഈ വീൽസ് നമ്മൾ എന്താ പറയുക ഇങ്ങനെ കോസ്റ്റ് അങ്ങനത്തെ പുതിയ അപ്ഡേറ്റൊക്കെ വരുമ്പം എന്താ ഇങ്ങനെ ഒരു ചലഞ്ചുണ്ട്. ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും. ഞാൻ അപ്പം ശരിക്കും ഇല്ലേ കളിയിൽ ലോക്കിനാവട്ടെ. ഈ വണ്ടിയിൽ എങ്ങനെ ഫ്ലിപ്പായി പോകുമ്പോൾ നമ്മൾ എണ്ണിക്കാൻ തന്നെ കുറേ പാടാണ്.
എക്സ് പിടിച്ച് നിൽക്കിയാൽ മതി. പക്ഷെ എന്തോ നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് എക്സ് ഒക്കെ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ സ്പാം ചെയ്താൽ വർക്ക് പോലും ആകത്തില്ല. ഒരു സെക്കൻഡ് ഗൈസ്. ഓക്കെ വാ എടാ അമ്മമാര് സ്കോർ ചെയ്തോ? ഓക്കെ 5-5 ഓക്കെ. ലെറ്റ് മീ ലോക്ക് ഇൻ ഗൈസ്. ലെറ്റ് മീ ലോക്ക് ഇൻ. എന്നാ പേടി. നമ്മൾ ഈ കളി ജയിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ സോക്കറിൽ നമുക്ക് എന്താ മാക്സ് ബൂസ്റ്റ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ ബൂസ്റ്റ് പോയി കളക്ട് ചെയ്യണം. നമുക്ക് സൈഡിലൊക്കെ ബൂസ്റ്റ് ആണ്, പക്ഷെ ഈ ഗെയിമിൽ നമുക്ക് ബൂസ്റ്റ് ഒന്നും കളക്ട് ചെയ്യണ്ട, മാക്സ് ആണ്. അതുകൊണ്ട് തന്നെ സൈഡിലൊന്നും ബൂസ്റ്റ് വെച്ചിട്ട് പോലും ഇല്ല. എന്നിട്ട് നമ്മുടെ ടീം നമ്മളെ തന്നെ അടിച്ച്. അത് എടാ ഇവനെന്താടാ? വേണേ ഞാൻ അടിച്ച് ബൂം ബൂം ബൂം. ലാസ്റ്റ് വണ്ണം അടിക്കാൻ നോക്കിയതാ, പുറത്ത് വിട്ടിട്ട് അടിക്കാൻ നോക്കിയത്, പക്ഷെ മിസ് ചെയ്ത്. ഞാൻ MVP യോ? ഞാൻ എന്താ ചെയ്തേ? എടാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ 11 സേവ്സ് ചെയ്തോ? 4 ഗോളോ? എന്തേലോട്ട് എന്തായാലും നമ്മൾ സ്കോർ ചെയ്തില്ലേ. അപ്പൊ നമുക്ക് അടുത്ത മോഡെല്ലാം കാണിച്ചു തരാം കേട്ടോ. റംബിളുണ്ട്, റംബിളും കാണിച്ചു തരാം. ഇങ്ങനെ ടൂർണമെന്റിൽ പോവാ. അപ്പം സോക്കറുണ്ട്, സെക്കൻഡ് ചാൻസിന് കാര്യം. പക്ഷെ വേണ്ട. എന്നിട്ട് നമ്മൾ റിവാർഡ്സിൽ പോകുമ്പോൾ ഇങ്ങനത്തെ റിവാർഡ്സ് ഒക്കെ കിട്ടും. വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ടൂർണമെന്റ് തന്നെ ക്രിയേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ബാസ്കറ്റ്ബോൾ കളിച്ചാലോ? ഇതിൽ ബാസ്കറ്റ്ബോൾ കളിക്കാം. അപ്പം നിങ്ങൾക്ക് ബാസ്കറ്റ്ബോൾ ഇഷ്ടമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തു. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അടിച്ചോട്ടിച്ചേക്കും. പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗെയിം നമ്മൾ ഫസ്റ്റിൽ ബോൾ പറന്നു പോകും, എന്നിട്ട് ഈ ഹൂപ്പിലോട്ട് അടിക്കാൻ നോക്കണം. ഇത് റിയലി അത്രയ്ക്ക് ഹാർഡല്ല. നമുക്ക് ഈ ഹൂപ്പിൻ്റെ അകത്ത് കയറിയിട്ട് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം. നമ്മുടെ ടീമിനെ മാത്രമേ ഈ ഹൂപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. എന്താ ഇങ്ങനെ വന്ന് കയറണം, അതാണ് രണ്ടാമത്തെ വഴി. അപ്പം ഞാൻ ഇമാർ നല്ലോണക്ക് കളിക്കുന്നുണ്ട്, പക്ഷെ മിസ്സായി. അത്ര ഉള്ളടാ ടീമേറ്റ്. വെയിറ്റ്. ഓ ഇവിടെ സ്ക്വയറിലടിച്ച് നേരെ വീണ്. പിന്നെ ഈ ഹൂപ്പ് വലുതാട്ടോ. നമ്മുടെ നോർമൽ ബാസ്കറ്റ്ബോൾ ഹൂപ്പിൻ്റെ കൂട്ടൊന്നല്ല. നോവേ. എടാ ഞാൻ ഓൾമോസ്റ്റ് അത് സേവ് ചെയ്തയാ. പോടാ എടാ ലോക്കിനെ. ഞാൻ ഈ ഗെയിമിൽ അത്രയും നല്ലതല്ല. ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു 10 മാച്ച് ഈ ഗെയിം കളിച്ചിട്ടുള്ളൂ. ഞാൻ അത്രയ്ക്കും നല്ലതൊന്നുമല്ല. നമ്മൾ ബോൾ കാണുന്ന ഇങ്ങനെ അടിച്ച് അനാത്തിലോട്ട് ഇടാൻ നോക്കുന്നു. പിന്നെ സോക്കർ കളിച്ചോണ്ട് ഇച്ചിരിയേലും അറിയാം. എടാ ഇമാര് ആക്ച്വലി നല്ലോണം കളിക്കുന്നുണ്ടല്ലോ.
എനിക്ക് ബോൾ അടിക്കാൻ പോലും സമയം തരുന്നില്ല. പക്ഷെ ബ്ലോക്ക് ചെയ്യാൻ നോക്കിയതാ. അടിക്കടാ. ഓ ഓ വേ 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 വേ. എടാ ഇത് എൻ്റെ പൊന്നെ കളിക്കാനും പറഞ്ഞൂടാ. നീ മാറിയിക്ക്. അതേലും ഞാൻ ചെയ്യട്ടെ. വേ 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 വേ. എടാ റിയൽ ബാസ്കറ്റ് ബോളാണെ നമ്മൾ കളിച്ചേനെ. റിയൽ ബാസ്കറ്റ് ബോളില്ലാന്നെ ഇമാരെ കുക്ക് ചെയ്തേനെ. മിസ് ബ്ലോക്ക് ബൈ ലെബ്രോൺ ജെയിംസ്. എടാ പക്ഷേ ബ്ലോക്ക് ബൈ ലെബ്രോൺ ജെയിംസ് എന്ന് പറയാൻ വരുമായിരുന്നു. അടിക്കടാ ജിമ്മേൻ്റെ. എന്നാ പിടി അടിക്കടാ. എടാ ഞാൻ അടിക്കുമ്പോ അവൻ വേറെ റൂട്ടിലോട്ട് എന്തോത്തിനാടാ നോക്കുന്നേ. ഉഫ് നൈസ് ട്രൈ ബട്ട് മിസ്. എടാ ടീമേറ്റ് നീ തന്നെ അവസരം കൊടുക്കുവാന്നല്ലോ മാർക്ക്. ഉഫ് ഞാൻ അടിച്ചോണ്ടാന്ന് തോന്നാതെ അങ്ങോട്ട് പോയെ. എടാ ടീമേറ്റേ. എടാ ബോളിനെ ആടാ അടിക്കുന്നത്, എന്നെ അല്ല. ഓ വേ 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 വേ. എടാ ശേ. എന്താ പൊന്നെ ഗൈസ്, നമുക്ക് ഇതൊന്നും കളിക്കാൻ അറിഞ്ഞോണം. നമുക്ക് ഇങ്ങനെ അടിച്ച് അമ്മാര് വന്നടിക്കും. എന്നിട്ട് അമ്മാര് എങ്ങനെയോ മിസ് ചെയ്ത്. ഉഫ് എടാ ഇമ്മാർക്ക് എന്തോത്തിന്റെ സോക്കേടാടാ. ഓക്കെ എന്നാ പിടി. എടാ ശേ. എടാ നമ്മളടിക്കുമ്പോ മാത്രം അങ്ങോട്ട് പോയി, ഇമ്മാരെ അടിക്കുമ്പോ ഇങ്ങോട്ടും വരും. ഓക്കെ എടാ ഇമാർക്ക് എന്തുവാടാ. ഞാൻ അടിക്കുന്ന സ്ഥലത്ത് തന്നെ പോയി നിന്ന്. പ്രൊഫഷണലോ എടാ. ഇമാരെ ആക്ച്വലി പ്രൊഫഷണലാ കേട്ടോ. പ്രൊഫഷണലിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ. 36 സെക്കൻഡിൽ ഒരു സ്കോർ ചെയ്യാൻ പറ്റുമോ. 36 സെക്കൻഡിൽ. എന്നിട്ട് അങ്ങോട്ടും അടിച്ചു കളഞ്ഞു. എടാ എന്നാ ഉണ്ടവാ. ഓ വേ എടാ ആടാ ശേ. സ്കോറിയില്ല. നമുക്ക് വേറെ ഗെയിം കളിക്കാം. എടാ എനിക്ക് ഇതൊന്നും കളിക്കാൻ ഇവിടെ ബാസ്കറ്റ് ബോൾ നമ്മൾ കളിക്കാറില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ തകർത്തേനെ കളിക്കാറിയെങ്കിൽ നമുക്ക് നമുക്കെന്താ പറയുക, നമുക്കെന്താ കളിക്കണം. നമുക്ക് 3v3 കളിച്ചാലോ സോക്കർ. നമുക്ക് ജയിക്കുമെന്ന് നോക്കാം. അവൻ ഗോൾഡായിരുന്നു കേട്ടോ. അവൻ നല്ലോണക്ക് വർക്ക് ചെയ്ത് അവൻ ഒരു സ്കോറേലും അടിച്ച്. ഇപ്പൊ ഒരു ഗോൾഡ് കൂടെ വന്നേ അവൻ ജയിച്ചേനെ. ഞാൻ കാരണം അവൻ ലൂസ് ചെയ്ത്. പക്ഷെ ഗോൾഡ് അടിച്ചവനായിരുന്നു. എനിക്കന്നേ ഒട്ടും കളിക്കാനും പറഞ്ഞൂടാ.
കളിക്കാറിയെന്നെങ്കിൽ നമ്മൾ പിന്നെ നോക്കിയേനെ. അപ്പോൾ നമുക്ക് കുറേ കാർസ് എടുക്കാൻ പറ്റും. നമുക്ക് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ലെവൽ അടിക്കുമ്പോൾ നമുക്ക് റിവാർഡ് കിട്ടും. ആ റിവാർഡ് നമ്മൾ ഗാരേജിൽ പോവുക, മാനേജ് ഇൻവെൻട്രി പോവുക, റിവാർഡ്സ് ഐറ്റംസ് ഇങ്ങനത്തെ ഒരു ബോളിൻ്റെ തൊട്ട് ഒരു ബോക്സ് ആണ്. ആ ബോക്സ് നിങ്ങൾ ലാസ്റ്റിൽ ഇപ്പം ഇമ്പോർട്ട് ഡ്രോപ്പ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എക്സോട്ടിക് ഡ്രോപ്പ് ആണ് അല്ലെ ബ്ലാക്ക് മാർക്കറ്റ് ആണ്. ഇപ്പം എന്താ പറയുക, ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്തോ, അതൊന്നൂടെ അല്ല. ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതൊന്നൂടെ അല്ല കേട്ടോ. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് നല്ല കാറൊക്കെ കിട്ടും. എൻ്റെ ഇരിക്കുന്ന കാറ് നമുക്ക് ഫ്രീ ആയിട്ട് ഫസ്റ്റിൽ കിട്ടുന്ന ഒക്ടേൻ്റെ വേറെ ഒരു വേർഷനുണ്ട്, അതെനിക്ക് ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ എനിക്ക് വേറെ ഒരു നല്ലൊരു കാറുണ്ട്, അത് ഞാൻ കാണിച്ച് തരാം. എടാ ഞാൻ ആ സേവ് ചെയ്യുമെന്നത് വിചാരിച്ചില്ല കേട്ടോ. വരി, നമുക്ക് ലോക്കിനാവാം. എടാ ഓഹോ എൻ്റെ പൊന്നെ ലക്കി. ഓക്കെ, പോടാ പാസ് തരുമോ? എടാ അവൻ അങ്ങോട്ട് അടിച്ചില്ലെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. മാരെന്തോത്തിനാണോ മേടിക്കുന്നേ? നമ്മൾ ഈ ഗെയിം കളിക്കുന്നോണ്ട് നമുക്ക് കളിക്കറിയാം. പിന്നെ അല്ല, ഏതാ ലെവല്? നമുക്ക് കുറേ ട്രിക്സ് എല്ലാം പഠിക്കാനുണ്ട്, അതൊക്കെ പഠിക്കണം. എടാ ടീമേറ്റ് എടാ, ഒരുത്തും ഗോളിയായിട്ട് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അവൻ ഇപ്പം ഇറങ്ങിയെന്ന് തോന്നുന്നു. എടാ ഞാൻ അടിച്ചിട്ടാവാ അത്രയും മറന്നു പോയേ. എൻ്റെ പൊന്നെ, ഞാൻ അടിച്ചിട്ട് അത്രയും മറന്നു പോയോ അവിടെ. ഓക്കെ ഈസി ഗോൾ. മോയെ മൂഞ്ചി നാ പേടി. എടാ അടിക്കല്ലായിരുന്നടാ. നാ പേടി, എല്ലാരും മിസ് ചെയ്ത്. എടാ ഇവന്മാരെ കൊണ്ട് വലിയ എടാ ഞാന് നല്ല സ്പീഡിൽ പോയി നോക്കി അടിക്കാൻ പറ്റുമെന്ന്, ഇല്ലെങ്കിൽ അവനേല് ഫാസ്റ്റിൽ പോയി അത് അടിച്ചാൽ മതിയായിരുന്നു കയറിയനെ. അമ്മാര് പറന്നു പോയി അടിക്കുന്നോണ്ടാ, ഇനി ഞാനും പറന്നു പോയി അടിക്കാം, എന്നിട്ട് അമ്മാര് സ്കോറും ചെയ്തു. പിന്നെ ഇങ്ങനത്തെ നമ്മൾ ഇതും ബ്ലാക്ക് മാർക്കറ്റ് ഡ്രോപ്പിൽ നിന്ന് കിട്ടും. എന്താ പറയുക, ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതൊക്കെ വേസ്റ്റാണ്. പൈസ കൊടുത്ത് നല്ല കൂളാണ്. നമ്മളിങ്ങനെ കള്ളിൻ്റെ സംഭവം കാണും. നമുക്ക് മൊബൈലിലും കളിക്കാം, എപ്പിക് ഗെയിംസ്. ഇല്ലെങ്കിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ഐഫോൺ ഉണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോവുക, എന്നിട്ട് ഈ റോക്കറ്റിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിൽ എപ്പിക് ഗെയിംസിൽ പോവുക. അമ്മേ എടാ ഞാൻ അങ്ങോട്ട് അടിച്ചു കൊടുക്കില്ലായിരുന്നു. എപ്പിക് ഗെയിംസിൽ പോവുക, അന്നേരം അവിടെ കാണും. എന്നിട്ട് അതിനകത്ത് നിന്നും കളിക്കാം. ഇങ്ങനത്തെ വലിയതൊന്നും കാണത്തില്ല. പിന്നെ എല്ലാ കാറും ഫ്രീ ആയിട്ട് കിട്ടും, കളിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ എന്താ PC ഇല്ലെങ്കിൽ എന്താ പറയുക
പ്ലേ സ്റ്റേഷനും ഇല്ലാത്തവർക്ക് അത് യൂസ് മൊബൈലിലും കളിക്കുന്നതാണ്. അപ്പം എപ്പിക് ഗെയിംസിൽ പോവാം. എടാ 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 ഞാൻ എന്താ ചെയ്യുന്നേ എടാ എന്നാടാ ഞാൻ കാണിക്കുന്നേ? ആണ്ട് അവിടെ വായി നോക്കിയിരിക്കുവാ ഞാൻ. എന്നാ പിടി മോനെ. അല്ല പിന്നെ എൻ്റെ അടുത്ത കളി കുറെ നേരെ ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. അമ്മ എടാ ടീമിൻ്റെ അത്രയേ ഉള്ളൂ. ഇത് ഇപ്പം നിങ്ങൾക്ക് മൂന്ന് ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കുകയാണെങ്കിൽ ഞാൻ ബെസ്റ്റ് ഇത് പറഞ്ഞുതരാം. ഒരു ഗോളി എന്താ പറഞ്ഞ ഞാൻ അത് തൊട്ടില്ല ഞാൻ. ഒരു ഗോളി പിന്നെ 2 സ്ട്രൈക്കർ. ഈ ഗോളി നമുക്ക് എടാ നീ ഗോളി ആയാൽ മതി, നീ അങ്ങ് ഗോളി ആയാൽ മതി, നീ സ്ട്രൈക്കർ ആവണ്ട, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾക്കൊരു മാക്സ് റാങ്ക് ഇങ്ങനെ പബ്ജി ഡൂട്ട് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗോളി വേണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൽ ഒരുത്തൻ നല്ലോണിക്ക് ഗോളിയൊക്കെ പഠിച്ചാൽ നല്ല ഗോളിയാണെങ്കിൽ അവൻ ഗോളിയും പിന്നെ ബാക്കി 2 പേര് സ്ട്രൈക്കറും. അതാണ് ഒന്നുകൂടെ നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കളിച്ചപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒരാൾ ഗോളി എന്നിട്ട് ആ ഗോളി തന്നെ വെളിയിലിറങ്ങി എനിക്ക് ബോറടിക്കുന്നു, ഞാൻ വെളിയിറങ്ങി കളിക്കുക. പക്ഷെ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. മാക്സ് റാങ്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ ഫണ്ണിന് കളിക്കുകയാണെങ്കിൽ അങ്ങനെ കളിച്ചിട്ട് കാര്യമുണ്ട്. ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ മാക്സ് റാങ്ക് ഡുവോയിൽ എടുക്കാൻ നോക്കുകയാണ്. ഡുവോ നല്ല ഈസിയാണ്. ഇപ്പോൾ ഗോൾഡ് ആയിട്ടുണ്ട്. ഇനി ഗോൾഡിൽ നിന്ന് എന്താ പറയുക സൂപ്പർ സോണിക് അണം വരെ പോകണം. അപ്പോൾ ഓക്കെ, നമ്മൾ മൂന്ന് ഗെയിം കളിച്ചില്ലേ? വൺ ലാസ്റ്റ് ഗെയിം റംബിള് ക്യാഷ്വലി ഇപ്പോൾ തോന്നുന്നു ബീച്ച് പോകുന്നുണ്ട്. സ്നോഡേ കളിക്കാം. സ്നോഡേ കുഴപ്പമില്ല, നല്ല സ്നോഡേ നല്ല അത് കളിക്കാം. ഇതോടെ കളിച്ചിട്ട് നമ്മൾ ബൈ പോവാം. അമ്മ സമയത്തറേ കുറേ ആയാലോ. നമ്മൾ ഏത് ലാപ്ടോപ്പാണ് വാങ്ങിച്ചതെന്നെല്ലാം നമ്മൾ പറഞ്ഞുതരാം. അൺബോക്സ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. അപ്പം ഏതാന്നൊക്കെ പറഞ്ഞുതരാം. കണക്ഷൻ ലോസ്റ്റോ? ഇരുന്ന് മടുത്ത്. നമുക്ക് ഓൾ സ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിലും കണ്ടിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് ബോട്ടം കോർണറും ഒക്കെ കാണാം. പിന്നെ നമ്മൾ ലെവലെന്തോ 300 പിന്നെ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല നെയിമിൻ്റെ താഴത്തെ ലെവൽ എന്തോ ആണെന്ന്. 2 ലെവൽ എന്തോത്തിന് നമ്മുടെ സ്കിൽസിൻ്റെ ലെവലാണെന്നൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇപ്പം ഇത് നമ്മൾ ഹോക്കി ഇല്ലേ, അതാണ്. സ്നോഡയാണ് പേര്. ഒരു സെക്കൻഡ്, സ്നോഡേന്നാണ് പേര്. എന്താ വെച്ചാൽ നമ്മൾ ലൈക്ക് നല്ല ഐസുള്ള സ്ഥലത്ത്. എടാ ഞാൻ എന്തുവാടാ ചെയ്തേ ആടാ പോടാ, ഞാൻ എന്താണ് ഇത്? അപ്പോൾ നമ്മൾ ഐസിലൊക്കെ അല്ലേ ഹോക്കി കളിക്കുന്നത്. അപ്പം സ്നോഡേ ആക്കി. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സ്ലിപ്പാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ദിവസം എൻ്റെ ഒരു ടീംമേറ്റ്, ഞാൻ ഗോളിയായിരുന്നേ. ഞാൻ ഗോളി ആയപ്പോൾ എന്നെ ഇവിടുന്ന്
എന്താ അറിയാതെ ഒറ്റ ഒരു പുഷ് തന്നെയാണ്. ഞാൻ എന്തോ അപ്പുറത്തെ ഗോളിനെറ്റിൽ പോയിരുന്നു. ഇപ്പൊ സ്ലിപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ വരാത്ത നല്ലതാണ്. ഇല്ലെങ്കിൽ സ്ലിപ്പായ അപ്പുറത്തെ അയ്യത്ത് പോയി കിടക്കും. എടാ സേവ് ചെയ്യടാ. സേവ് ചെയ്യടാന്ന് പറഞ്ഞ ഒറ്റ ഒരു പുഷ്യ. നോക്ക് സേവ് ചെയ്യടാ പോയി. നമ്മളില്ലേ ഇങ്ങനെ നമ്മുടെ സ്വന്തം ടീമിന് തന്നെ പുഷ് ചെയ്യുമ്പോ ഒരു ഫണ്ണാട്ടോ. അയ്യാ ഓ മിസ് ചെയ്ത്. ഓക്കെ ഓ സേവ് ബ്രോ. അല്ല പിന്നെ അടിക്കാൻ വന്നേക്കോ. പിന്നെ ഈ ബോളില്ലേ നല്ല ഫാസ്റ്റ് പോട്ടോ. നമ്മളിപ്പോ ചുമ്മാ ബൂസ്റ്റ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഒന്ന് അടിക്കാന്ന് വിചാരിച്ചോ, നല്ല ഫാസ്റ്റ് പോവും. ഓ വേ ഗയ്സ്. എടാ ഞാൻ നിന്നെ എന്ത് ചെയ്തടാ? എന്തിനാടാ കൊന്നിട്ട്? ഓക്കെ പോ. അത്രേ ഉള്ളു. ഞാൻ എന്തോ കാണിക്കുവാടാ. മോയെ മുഞ്ചി. ഓ നോ. ഞാൻ നല്ല ഉണക്ക് കൺട്രോൾ ചെയ്ത് നമ്മള് ഹോക്കി കളിക്കുന്നതിൻ്റെ കൂട്ട് പോയതായിരുന്നു. ഞാൻ മഞ്ഞ് നശിപ്പിച്ച്. നാണോ ഇല്ലോണോ നിനക്ക്? ഞാൻ കറക്റ്റ് ഹോക്കി എൻ്റെ എന്തിനാടാ മറിഞ്ഞ് തലൂത്തി മറിഞ്ഞു പോയി. ഇപ്പൊ സ്കോർ ചെയ്തത് തന്നെ. നോക്കിയിരുന്നാ മതി. എടാ സ്കോർ ചെയ്യണമെങ്കിൽ സ്കോർ ചെയ്തു. അതിനെന്തോതിനെ എന്നെ ഇടിക്കുന്നേ? എന്നെ ഇടിച്ചില്ലെങ്കിൽ അത് സ്കോർ ആവത്തില്ലായിരുന്നു. പറഞ്ഞിട്ട് ഗുണമില്ല. ഫസ്റ്റ് ഗോൾ എൻ്റെ ഇന്ന് തന്നെ ആയിപ്പോയി. പറഞ്ഞിട്ട് ഗുണമില്ല. എന്തോ ചെയ്യാനാ, നമ്മള് മണ്ടനായിപ്പോയില്ലേ. കളിക്കാനും അറിഞ്ഞു കൂടാ. എന്നിട്ട് അമ്മാര് ഇപ്പൊ അമ്മാരുടെ സൈഡിൽ ബോൾ വന്ന് ഇങ്ങനെ ഇട്ടങ്ങ് സേവ് ചെയ്യും. അമ്മാരുടെ വിരാജ് അമ്മാര് ലെബ്രോൺ ജെയിംസ് വന്നു. ബ്ലോക്ക് ബൈ ലെബ്രോൺ ജെയിംസ്. എന്നിട്ട് അമ്മാര് തന്നെ എനിക്ക് പാസ് ചെയ്ത് തന്നു. താങ്ക് യു. എൻ്റെ ടീംമേറ്റ് അവിടെ മണ്ടയ്ക്ക് ഇരിക്കുമായിരുന്നു. അവൻ ഇച്ചിരി താഴോട്ട് പോയെങ്കിൽ അവൻ ആ ബോൾ ടച്ച് ചെയ്ത് അത് സേവ് ചെയ്തെങ്കിൽ ഞാനില്ലെങ്കിൽ ഈ ഗെയിമിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെയില്ല, നിങ്ങളൊരു ഗെയിമിൽ കയറിയാൽ നിങ്ങളുടെ ടീംമേറ്റ് ലീവ് ആവുകയാണെങ്കിൽ ലീവ് ആവുക, ഇല്ലെങ്കിൽ മാച്ച് കഴിഞ്ഞിട്ടേ ലീവ് ആവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാൻ കിട്ടും. ഫസ്റ്റ് 5 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ്, പിന്നെ ഒരു 20 മിനിറ്റ്, 30 അല്ല 10, പിന്നെ 30, പിന്നെ അങ്ങനെ പോകും. എന്നിട്ട് വേണമെങ്കിൽ അത് 4 ദിവസമാവാം, 20 ദിവസമാവാം. അപ്പം അതെല്ലാം സൂക്ഷിച്ചോ. എനിക്ക് തോന്നുന്നു 4 ദിവസം ആവത്തില്ലെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ഗസ് പറഞ്ഞാണ് മിക്കവാറും മാക്സ് 24 മണിക്കൂറായിരിക്കും മിക്കവാറും. എനിക്കറിഞ്ഞൂടാ. എടാ ഓ മിസ് മെസ്സി ആവാൻ നോക്കിയത് അമ്മാര്. Excuse me bro. എടാ ആരാടാ അടിച്ചേ? എടാ നീ ഒരു ടീമേറ്റ് ആണോടാ?
എടാ വൈന്ന് മാറടാ ചെറുക്ക. ഓ സ്വന്തം ടീം സ്വന്തമായിട്ട് ഇടിക്കുന്ന കേട്ടോ ആദ്യം. എടാ എന്നാടാ നിനക്ക് വേണ്ടേ? ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ഇത്? നീ കുറെ നേരെയല്ലേ ഇടിക്കാൻ തുടങ്ങിയിട്ട് വന്നു. എന്നിട്ട് അവനെ അടിക്കാനും പറ്റിയില്ല. പക്ഷെ ഇവനേൽ നമ്മൾ അടിക്കത്തില്ല. ഇപ്പൊ ഇങ്ങനെ ലീവ് മാച്ച് ഒന്നും ഉണ്ട്, ലീവ് അയക്കാം. പക്ഷെ ഞാൻ ലീവ് ആവുന്നില്ല. ഒരു സ്കോറോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്കോർ ചെയ്തിട്ട് എന്തായാലും 9 സെക്കൻഡേ ഉള്ളൂ. ഇനി സ്കോർ ചെയ്തിട്ടും കാര്യമില്ല, 4 സ്കോർ ചെയ്യണം. ഈ മേർക്കുള്ളവനെ എന്തോത്തിനാടാ പപ്പി ഗാർഡിങ് ചെയ്യുന്നേ? ഗോൾ കീപ്പറാവുന്നേ. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫണ്ണായെന്ന്. എൻ്റെ പിന്നെ എന്താ പറയുക, 3 മാച്ച് ചെയ്തു. അതിനകത്ത് 2 മാച്ച് എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. ബൈ ദ വേ 4 മാച്ച് ചെയ്ത് അതിനകത്ത് 2 എൻ്റെ ഫേവറേറ്റ്. ഇത് നല്ലതാണ്, എനിക്കിഷ്ടമാണ്. പക്ഷെ എന്താ, ഞാൻ അങ്ങനെ കളിക്കാറില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കാണുന്നവരിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 70 സബ്സ്ക്രൈബേഴ്സാണ്. 30 സബ്സ്ക്രൈബേഴ്സോടെ 100 സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.